2 ദിവസമായിട്ട് വീട്ടിലെ പൂച്ചക്കുട്ടികളെല്ലാം പതുക്കെ വലയിലൊക്കെ പോയി മണം പിടിക്കുകയും തോണ്ടുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ കാര്യം മനസ്സിലായി, മീൻ പിടിക്കാനാണ്, മീൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി. എന്നാൽ വലയെടുത്തപ്പോഴത്തേനും പോകുന്നു 2 കൂടെ. തൊട്ടടുത്ത് പുഴയുണ്ട്, വീടിൻ്റെ തൊട്ടടുത്ത്. ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലെ പെരിഞ്ചാംകുട്ടിയാണ് നമ്മുടെ വീട്. തന്നെ തൊട്ടടുത്ത് പെരിഞ്ചാംകുട്ടിയാറെന്ന് പറയുന്ന ചെറിയ ആറുണ്ട്. വലിയ മീനുകളൊന്നുമില്ല. മഴക്കാലത്ത് ഭയങ്കര വെള്ളമാണ് കേട്ടോ, അതിൽ പ്രളയമൊക്കെ ഉണ്ടാകുന്ന വെള്ളമാണ്. ഇപ്പോൾ പക്ഷേ തീരെ വെള്ളം കുറഞ്ഞു. എന്നാൽ വലിയ മീനുകളൊന്നുമില്ല, പൊടിമീനൊക്കെ ഉള്ളൂ. എന്നാൽ പോട്ടെന്ന് ഞാനും വെച്ചു. പോയി പുറകെ പോകുന്നു, വെള്ളത്തിലൊക്കെ പോകുന്നു. അത് ഒരെണ്ണത്തിന് ഇച്ചിരി പേടിയാണ് വെള്ളം കണ്ടപ്പോൾ, എന്നാലും പിടിച്ചു, അത്യാവശ്യം കൊടുത്തു. സന്തോഷമായെന്ന് തോന്നുന്നു. കുറേശ്ശെ തിന്നുന്നുണ്ടേ. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മീൻ തിന്ന് പഠിച്ചു കഴിയുമ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ട് പോയാലും കൂട്ടത്തിൽ പോരും. വലയെടുത്ത് അന്നേരം പോരും. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വയറങ്ങ് അറിഞ്ഞു. പിന്നെ നടക്കാനൊന്നും പറ്റാതെ വന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചതിലൊക്കെ. ഏതായാലും കൊണ്ടുപോയതല്ലേ, ശരിക്കും എൻജോയ് ചെയ്തിട്ടൊന്ന് ഞാനും വെച്ചു. ഇത് ഞങ്ങളുടെ മുത്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കുഞ്ഞാണ്, മറ്റേത് കുഞ്ഞെന്ന് ഞങ്ങൾ വിളിക്കുന്ന കുഞ്ഞാണ്. ഇത് അടുത്ത കുഞ്ഞുങ്ങൾക്കുള്ള സമയമായിട്ടുണ്ട്. ഒരു അടുപ്പിച്ചടുപ്പിച്ച് കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷേ എല്ലാം കൂടെ കൊടുത്തിട്ട് വരുന്നു. ആർക്കൊക്കെയോ കൊടുത്തിട്ട് വരുമെന്ന് തോന്നുന്നു. എല്ലാവർക്കും അയലക്കാർക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ആരോടും ഒരു ഉപദ്രവമോ മോഷണമൊന്നുമില്ല. എവിടെയും പോയി ഇരുന്ന് കരഞ്ഞ് കാര്യം സാധിച്ചിട്ട് പോരും. എന്നാ ചോദിച്ചാലും ചോദിച്ച് കഴിച്ചിട്ട് പോരും. ഒരു നാണമൊന്നുമില്ല. ഇതുണ്ടോ, എല്ലാ അയലക്കാർക്കും അതുകൊണ്ട് വലിയ ഇഷ്ടമൊക്കെയാണ്. അവർ ഉപദ്രവിക്കൊന്നുമില്ല. മറ്റേ പുള്ളി കൂട്ടത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലോ, വീട്ടിൽ നിന്ന് പുറത്തൊരു അടുത്ത് പോവോ ആളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ വീടും നമ്മുടെ ആൾക്കാരുമായിട്ട് മാത്രമേ ഉള്ളൂ അതിനൊരു ബന്ധപ്പാടുള്ളൂ. പുറത്തോട്ടോ ഒന്നും അങ്ങനെ പോകാറായിട്ടില്ല. ഏതായാലും വീശി കുറേ പൊടിമീൻ കിട്ടി. കൊടുത്ത് ഇതിനിടത്ത് ഞാനും വെച്ചു. വയറ് നിറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേണമെന്ന് വെച്ചോളില്ല. അതിന് മിച്ചം വെച്ചിട്ട് കിട്ടിയത് എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. രാത്രി ഇല്ലെങ്കിൽ നാളെ നേരം മുടക്കുമ്പോഴും അതിട്ട് കൊടുക്കണം. ഇതാറാണ് ഞങ്ങളുടെ ആറും, ഞങ്ങളുടെ പുഴയാണ് ഞങ്ങളുടെ പുഴ. അതിനൊരു സൈഡ് ഫോറസ്റ്റ് ഏരിയയാണ്, റിസർവ് അല്ല, പ്ലാന്റേഷനാണ്. കൂപ്പെന്നൊക്കെ പറയല്ലേ, ഇല്ലിക്കൂപ്പ്, തേങ്ങൻകൂപ്പ് അങ്ങനെ പറയല്ലേ. അതിൻ്റെ ഒരു ബോർഡർ കൂടെ, അത് ഇടുക്കി ജില്ലയിലെ വാതിക്കുടി പഞ്ചായത്തിലും കൊന്നത്തടി പഞ്ചായത്തിനും കൊണ്ട് തിരിക്കുന്ന പുഴയാണത്. എല്ലാ വർഷവും ഇഷ്ടംപോലെ വലിയ മീനൊക്കെ കാണുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, പൊടിമീൻ മാത്രമേ ഉള്ളൂ. ഏതായാലും ആവശ്യത്തിന് പിടിച്ചു കൊടുത്തു. ഇടം വല്ലതും നോക്കാതെ ഇരുന്ന് തിന്നുന്നുണ്ട്. പൂവാലിപ്പരലെന്ന് പറയുന്ന പരലും പിന്നെ നമ്മുടെ കല്ലേമുട്ടി എന്ന് പറയുന്ന സാധനം മീനുണ്ടല്ലോ, ചെറിയ മീൻ, അധികം വളർത്തുന്നതല്ല, അതുമുണ്ട്. അത് രണ്ടും എപ്പോഴും അതിനകത്തുള്ളൂ. അല്ല, ചില സമയങ്ങളിൽ ചില വർഷങ്ങളിൽ ഇഷ്ടംപോലെ മീനുണ്ട്. ഈ വർഷം എന്തുകൊണ്ടാണെന്നറിയില്ല, പ്രളയം ഉണ്ടായിട്ടാണോ എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ ചെറുമീനും ഗോൾഡ് ഫിഷൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നു. ഈ വർഷം അതൊന്നും കാണുന്നില്ല. പടയുള്ള ഈ 2-3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പിടിക്കാറില്ല. പിടിച്ച് ഇതിനെ വെട്ടി തേച്ച് കഴുകണമെങ്കിൽ വലിയ പാടായതുകൊണ്ട് ഇതിനു വേണ്ടി മെനക്കെടാറില്ല. ഇപ്പോൾ പൂച്ചയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്നിങ്ങനെ ചെയ്തേക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണേ. ഇനിയും വരും മീൻ പിടിക്കുന്നതൊക്കെ വീഡിയോകൾ നമുക്ക് വരും ഇഷ്ടം പോലെ. ഇനി മഴക്കാലമായി, അപ്പോൾ അതുകൊണ്ട് ഇനി മീൻ്റെ വീഡിയോകളും ഒക്കെ കാണിക്കാം കേട്ടോ. നന്ദി, നമസ്കാരം.